കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി വിദ്യാലയം വീട്ടിലേക്ക് അധ്യാപനം വീടറിഞ്ഞ് എന്ന സമഗ്ര പദ്ധതിയുമായി കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂൾ 100% വിജയം കൈവരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സ്കൂളിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളുടെ വീട്ടിലേക്ക് എത്തുന്നത്. അമ്മമാർക്കായി നടത്തുന്ന തുടർ പരിശീലന പരിപാടിയായ അമ്മ അറിയാൻ എന്ന പദ്ധതിയും സ്കൂളിൽ നടന്നുവരുന്നുണ്ട്. സ്കൂൾ 100ാം വാർഷികാഘോഷ നിറവിൽ എത്തി നിൽക്കുന്നതിനാൽ ബൃഹത് പദ്ധതികളാണ് ഓരോ മാസവും ആവിഷ്കരിച്ച് നടപ്പാക്കുക. SNDP യോഗം ജനറൽ സെക്രട്ടറിയും കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡന്റുമായ വെള്ളാപ്പള്ളി നടേശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ കുട്ടിക്ക് ഒരു അഭിമാനം, ആ അച്ഛനമ്മമാർക്ക് ഒരു ഗുണമാണ് ഞങ്ങളുടെ സ്കൂളിലെ സാറന്മാരുടെ എന്ന് കാണുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമായി. അതോടൊപ്പം അവരുടെ ഭൗതിക സഹായം. അപ്പോൾ ഇന്നത്തെ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കുറേയധികം സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ എവിടുന്നെല്ലാം എന്തെല്ലാം സഹായം കിട്ടുവാൻ ഉള്ള സോഴ്സുകളുണ്ടോ അതെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോകണം. അപ്പോൾ ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്കും പല സോഴ്സുകൾ പ്രയോജനപ്പെടുത്താനും പറയാനും ചെയ്യിക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് ഒന്നിച്ച് ഈ സ്ഥാപനത്തെ വളർത്താൻ നിങ്ങളുടെ ജീവനാണ്, ഇത് നിങ്ങളുടെ ജീവിതമാണ് സ്കൂള്. ആ ജീവിതം നിങ്ങളുടെ ഈ സ്കൂളായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വീഴാനും വളരാനും കൂടി ഈ സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു ഐശ്വര്യമായി അറിവിൻ്റെ ഒരു പ്രകാശ ഗോപുരമായി എന്നും ഉയരങ്ങളിലേക്ക് വളർത്തിയെടുത്തുവാൻ നിങ്ങളെല്ലാം ഒന്നായി സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും കൂട്ടായ്മയിലൂടെ മാത്രമേ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ കഴിയൂ. ഇതിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും കൂടുതൽ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുവാനുള്ള വിദ്യാഭ്യാസ പുരോഗതി സ്കൂളിന് ഉണ്ടാകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സ്കൂൾ മാനേജർ ഡി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കണിച്ചുകുളങ്ങര ദേവസ്വം സെക്രട്ടറി PK ധനേശൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ EG ബാബു, PTA പ്രസിഡന്റുമാരായ പ്രദീപ് പോത്തൻ, വിശ്വൻ, പ്രഥമാധ്യാപകരായ ലിഡ ഉദയൻ, ഷീബ KP, രജനി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് തന്നെ ഇവിടെ വന്നിറങ്ങിയ ഉടനെ തന്നെ നിങ്ങൾ ഈ വിദ്യാലയത്തിലെ 1456 കുട്ടികൾക്കും ഒരു മത്സര പരീക്ഷയുടെ സ്വഭാവത്തോടെ ഒരു പരീക്ഷ അനൗൺസ് ചെയ്യുകയും ജനുവരി മാസത്തിൽ ഒരു വലിയ സമ്മേളനത്തിൽ വെച്ച് ഈ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളെയും ആദരിക്കണമെന്നുള്ള നിർദ്ദേശം പറഞ്ഞു ഉടനെ തന്നെ അധ്യാപകർ ആ സന്ദേശം കുട്ടികളിലേക്ക് എത്തിച്ചു. കുട്ടികൾ ആവേശത്തോടെ പരീക്ഷ എഴുതി. അദ്ദേഹം എന്നോട് പറഞ്ഞത് നമുക്ക് സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ജനുവരിയിൽ വർണ്ണാഭമായ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാമെന്ന് PTA ഭാരവാഹികളോടും എന്നോടുമൊക്കെ അദ്ദേഹം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടവരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലെ 1456 കുട്ടികളിൽ ഇന്നലെ വരെ എനിക്ക് കിട്ടിയ ലിസ്റ്റ് അനുസരിച്ച് 700ഓളം കുട്ടികൾ, ഈ വിദ്യാലയത്തിലെ 700ഓളം കുട്ടികൾ ഈ എഡ്യൂഫെസ്റ്റ് അല്ലെങ്കിൽ പഠനോത്സവത്തിലെ വേദിയിൽ കയറി സമ്മാനം മേടിക്കാൻ അർഹത നേടി ഒരു മാസം കൊണ്ട് നമ്മുടെ ടീച്ചർമാർ അത്തരത്തിലുള്ളൊരു മനോഭാവത്തിലേക്ക്, നമ്മുടെ കുട്ടികൾ അത്തരത്തിലുള്ളൊരു മനോഭാവത്തിലേക്ക്, നമ്മുടെ രക്ഷകർത്താ സമൂഹം അത്തരത്തിലുള്ളൊരു മനോഭാവത്തിലേക്ക് ചടുലമായി മാറിയിരിക്കുന്ന സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളിന്ന് വിദ്യാലയം വീട്ടിലേക്ക് എന്ന ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കി. കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂൾ ആവിഷ്കരിച്ചിരിക്കുന്ന വിദ്യാലയം വീട്ടിലേക്ക് അധ്യാപനം വീടറിഞ്ഞ് എന്ന ഒരു ബൃഹത് പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് എൻ്റെ വീട്ടിൽ ഇവിടെ നടന്നിരിക്കുന്നത്. എൻ്റെ മോൾ ദേവികൃഷ്ണ കണിച്ചുകുളങ്ങര സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. കണിച്ചുകുളങ്ങര സ്കൂള് ഇനി വിജയശതമാനത്തിൻ്റെ കാര്യത്തിലും മറ്റ് ഭൗതിക കാര്യങ്ങളിലെല്ലാം വളരെ ഊർജ്ജസ്വലമായ പുതിയ കാൽവെപ്പുമായിട്ടാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയും ഒത്തിരി വികസന പദ്ധതികൾ നമ്മുടെ സ്കൂളിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അമ്മ അറിയാനെന്നുള്ള ഒരു പരിപാടി ഇതിനു മുമ്പ് നടത്തി. അങ്ങനെ ഞാൻ ഈ സ്കൂളിൽ എൻ്റെ കുട്ടി പഠിക്കുന്നതിൽ വളരെ ആത്മാർത്ഥമായിട്ട് അഭിമാനിക്കുന്നു. ഇനിയും നിങ്ങളും നിങ്ങളുടെ പരിചയമുള്ള എല്ലാ കുട്ടികളെയും നമ്മുടെ കണിച്ചുകുളങ്ങര സ്കൂളിൽ കൊണ്ടുവരികയും കണിച്ചുകുളങ്ങര 100ാം വർഷം ആഘോഷിക്കുകയാണ് സ്കൂൾ. അതിൻ്റെ പദ്ധതിയുടെ വികസന പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭൗതിക സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്. എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സ്കൂളിൽ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കും. ഞാനും എൻ്റെ അച്ഛനും ഒക്കെ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ഇനിയുള്ള ആൾക്കാരും നമ്മുടെ കുട്ടികളെ, നമ്മുടെ പരിചയമുള്ള കുട്ടികളെല്ലാം കണിച്ചുകുളങ്ങര സ്കൂളിൽ ചേർക്കണമെന്നും